everyone. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ക്ലാസ് 10ന്റെ ട്രിഗണോമെട്രിയിലെ ഒരു പുതിയ ടോപ്പിക്കാണ്. ഓക്കെ, പുതിയ ടോപ്പിക്കിൻ്റെ പേര് എന്ന് പറയുന്നത് ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസ്. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് തന്നെയാണ്. നമുക്കിനി ഫർദർ സ്റ്റഡീസിനും ഇത് ആവശ്യമുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഞാനതിൻ്റെ പ്രൂഫ് എങ്ങനെയാണ് ഈ ഇക്വേഷൻസ്, അതായത് ഐഡൻറ്റിറ്റീസ് എങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പ്രൂഫ് പോലെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു ട്രയാങ്കിൾ ABC കൺസിഡർ ചെയ്യുന്നുണ്ട്. ആ ബി ആണ്, റൈറ്റ് ആംഗിളുടെ ടു ബി ആണ് വരുന്നത്. സോ എയും സിയും ബാക്കിയുള്ള രണ്ട് ആംഗിൾസ്. അപ്പോൾ ഞാൻ ആദ്യം കൺസിഡർ ചെയ്യുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പൈത്തഗോറസ് തിയറം എടുക്കുകയാണ്. അതായത് AC സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ എന്ന് പറയുന്നത് അല്ലേ. അതാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. എന്നിട്ട് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിവൈഡഡ് ബൈ ആദ്യം AC സ്ക്വയറിനെ ഞാൻ AC സ്ക്വയർ, അതായത് ത്രൂ ഔട്ട് AC സ്ക്വയർ വെച്ച് ഞാൻ ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ത്രൂ ഔട്ട് AC സ്ക്വയർ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക എന്നുള്ളത് നോക്കാം. അതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ എടുത്തിരിക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് A ആണ്. സോ ഞാനിവിടെ എഴുതിയിട്ടുണ്ട് സൈൻ A തൊട്ട് കോട്ട് A വരെ, അതായത് സൈൻ A ദാറ്റ് ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, അതാണ് BC ബൈ AC എന്ന് എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ കോസ് A എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, അതായത് AB ബൈ AC. അതുപോലെ ടാൻ A ദാറ്റ് ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, അതായത് BC ബൈ AB. അതുപോലെ തന്നെ എന്താണ് കൊസീക്ക് A എന്ന് പറയുന്നത് AC ബൈ AB. ഓക്കെ, AC ബൈ BC, സോറി, AC ബൈ BC. സീക്ക് A എന്ന് പറയുന്നത് എന്താണ് ഹൈപ്പോട്ടന്യൂസ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, അതായത് AC ബൈ AB. പിന്നെ കോട്ട് A എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്, അതായത് AB ബൈ BC. ആ 6 ഇക്വേഷൻസ്, അതായത് റേഷ്യോസ് ഞാനവിടെ എഴുതിയിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ചെയ്യുമ്പോൾ കുറച്ച് യൂസ്ഫുൾ ആയിരിക്കും അതിന് വേണ്ടി. ഓക്കെ, അതായത് അപ്പോൾ ഞാൻ ത്രൂ ഔട്ട് ചെയ്യുന്നത് എന്താണ്, AC സ്ക്വയർ വെച്ച് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ AC സ്ക്വയർ വെച്ച് ഞാൻ ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ സെയിം ഇക്വേഷൻ തന്നെയാണ് എടുത്തിരിക്കുന്നത്. AC സ്ക്വയർ ഡിവൈഡഡ് ബൈ AC സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു AB സ്ക്വയർ ബൈ AC സ്ക്വയർ പ്ലസ് BC സ്ക്വയർ ബൈ AC സ്ക്വയർ. ഓക്കെ, ഇതുവരെ ഞാൻ ഡിവൈഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ AC സ്ക്വയർ ബൈ AC സ്ക്വയർ എന്ന് പറയുന്നത് 1 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ആ ഐഡൻറ്റിറ്റിയിൽ AB ബൈ AC ഏതാണെന്നുള്ളത് നോക്കാം. AB ബൈ AC വരുന്നത് കോസ് എയിലാണ്. സോ സ്ക്വയർ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ത് വരും, കോസ് സ്ക്വയർ A പ്ലസ് BC ബൈ AC ഏതാണെന്നുള്ളത് നോക്കാം. BC ബൈ AC എന്ന് പറയുന്നത് സൈൻ A ആണ്. സോ സ്ക്വയർ ചെയ്യുമ്പോൾ സൈൻ സ്ക്വയർ A എന്ന് വരും. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, 1 ഈക്വൽ ടു സൈൻ സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ, അല്ലെങ്കിൽ കോസ് സ്ക്വയർ പ്ലസ് സൈൻ സ്ക്വയർ ഈക്വൽ ടു 1. ഓക്കെ, അപ്പോൾ അതിൽ നിന്നാണ് നമുക്ക് സൈൻ സ്ക്വയർ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, 1 മൈനസ് കോസ് സ്ക്വയർ A, അല്ലെങ്കിൽ കോസ് സ്ക്വയർ A കണ്ടുപിടിക്കണമെങ്കിൽ 1 മൈനസ് സൈൻ സ്ക്വയർ A, അങ്ങനെ കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ AB എന്നുള്ളതിന് ഞാൻ ത്രൂ ഔട്ട് AB സ്ക്വയർ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ എന്താവും, AC സ്ക്വയർ ബൈ AB സ്ക്വയർ ഈക്വൽ ടു AB സ്ക്വയർ ബൈ AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ ബൈ AB സ്ക്വയർ എന്ന് വരും. ഓക്കെ, അപ്പോൾ AC ബൈ AB നമ്മൾ ഇവിടെ ചെയ്ത പോലെ തന്നെ അവിടെ നോക്കുക. അതായത് AC ബൈ AB വരുന്നത് സീക്ക് A ആണ്. സോ സീക്ക് സ്ക്വയർ A ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും, AB ബൈ AB സ്ക്വയർ എന്ന് പറയുന്നത് 1 ആണ് പ്ലസ് BC ബൈ AB. BC ബൈ AB എന്ന് പറയുന്നത് ടാൻ A, അപ്പോൾ ടാൻ സ്ക്വയർ A ആയി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. അതായത് സീക്ക് സ്ക്വയർ A ഈസ് ഈക്വൽ ടു 1 പ്ലസ് ടാൻ സ്ക്വയർ A. ഇനി മൂന്നാമത്തെ എന്ന് പറയുന്നത് ഞാൻ BC സ്ക്വയർ ആണ് ഇവിടെ ഉള്ളത്. സോ BC സ്ക്വയർ വെച്ചിട്ട് ഞാൻ ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യണം. BC സ്ക്വയർ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താവും നമ്മുടെ ഇക്വേഷൻ, AC സ്ക്വയർ ബൈ BC സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു AB സ്ക്വയർ ബൈ BC സ്ക്വയർ പ്ലസ് BC സ്ക്വയർ ബൈ BC സ്ക്വയർ എന്ന് വരും. ഓക്കെ, അപ്പോൾ എന്താവും, AC ബൈ BC എന്ന് പറയുന്നത് ഇവിടെ എന്താണെന്ന് നോക്കാം. അതായത് AC ബൈ BC എന്ന് പറയുന്നത് കൊസീക്ക് A ആണ്. സോ കൊസീക്ക് സ്ക്വയർ A ദാറ്റ് ഈസ് ഈക്വൽ ടു AB ബൈ BC വരുന്നത് എവിടെയാണ്, കോട്ട് Aക്കാണ്. സോ കോട്ട് സ്ക്വയർ A പ്ലസ് BC ബൈ BC സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്, 1. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ 3 ഐഡൻറ്റിറ്റി ഒന്നുകൂടെ എടുത്ത് എഴുതാം. അതായത് സൈൻ സ്ക്വയർ A പ്ലസ് കോസ് സ്ക്വയർ A ഈക്വൽ ടു 1, സീക്ക് സ്ക്വയർ A ദാറ്റ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് ടാൻ സ്ക്വയർ A. അതുപോലെ തന്നെ കൊസീക്ക് സ്ക്വയർ A ഈക്വൽ ടു
കോട്ട് സ്ക്വയർ എ പ്ലസ് 1. ഇതാണ് ട്രിഗ്നോമെട്രിക് ഐഡൻറ്റിറ്റീസിൻ്റെ 3 ഐഡൻറ്റിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് തന്നെ ഇപ്പോൾ സൈൻ സ്ക്വയർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ 1 മൈനസ് കോസ് സ്ക്വയർ എ. അതുപോലെ ഇനി ടാൻ സ്ക്വയർ ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നതെന്നുണ്ടെങ്കിൽ സിക്സ് സ്ക്വയർ എ മൈനസ് 1. അങ്ങനെ നമുക്ക് മാറ്റി മാറ്റി എടുത്തിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ട്രിഗ്നോമെട്രിക് ഐഡൻറ്റിറ്റീസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു.